ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് വില ഉയർത്താൻ ശ്രമിച്ചാൽ ഇനി കർശന നടപടി. വിപണിയിലെ വിലക്കയറ്റം നിരീക്ഷിക്കാൻ പ്രത്യേക ഇടപെടലുമായി സർക്കാർ. ആവശ്യമെങ്കിൽ കൂടുതൽ അരി വിപണിയിൽ എത്തിക്കുമെന്നും സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാലത്ത് അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് കൃത്രിമ വിലക്കയറ്റത്തിന് ശ്രമിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. തൊടുപുഴയിൽ സപ്ലൈകോയുടെ ജില്ലാതല ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ ഓണക്കാലത്ത് റേഷൻ കടകൾ, മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ എന്നിവ വഴി 1.65 ലക്ഷം മെട്രിക് ടൺ അരി ലഭ്യമാക്കും. കേന്ദ്രത്തിന്റെ ടൈഡ് ഓവർ വിഹിതത്തിൽ കുറവുണ്ടായതാണ് 10 രൂപ 90 പൈസ നിരക്കിലുള്ള പ്രത്യേക അരി നൽകുന്നതിന് പരിമിതിയുണ്ടാക്കിയതെന്നും മന്ത്രി വിശദീകരിച്ചു. നിലവിൽ 26-27 രൂപ നിരക്കിലാണ് OMSS അരി റേഷൻ കടകളിലും മാവേലി സ്റ്റോറുകളിലും ലഭ്യമാക്കുന്നത്. വിപണിയിലെ വില വ്യതിയാനം സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കും. ബോധപൂർവം വില ഉയർത്താനുള്ള ശ്രമം ശ്രദ്ധയിൽപ്പെട്ടാൽ ഇടപെടും. ആവശ്യമെങ്കിൽ കൂടുതൽ അരി വിപണിയിലെത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നമുക്ക് പൊതുവിപണിയിലെ വില നിയന്ത്രിച്ച് നിർത്തുവാനും ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ഉറപ്പുവരുത്തുകയും ഒക്കെ ഈ ദൈർഘ്യമേറിയ ഫെയറുകളുടെ ലക്ഷ്യമാണ്. എല്ലാ സ്ഥലങ്ങളിലും പരമാവധി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ എത്തിച്ച് പൊതുവിപണിയിൽ ഉണ്ടാവുന്ന വില വ്യതിയാനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം പകരുക എന്ന വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഉത്സവകാലങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിപണിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അതുകൊണ്ടാണ് നേരത്തെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, കർശനമായ നടപടികൾ അത്തരത്തിലുള്ള പൂഴ്ത്തിവെപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും ബാഡ് പ്രാക്ടീസസ് ഉണ്ടായാൽ തീർച്ചയായിട്ടും സ്വീകരിക്കും എന്ന് പറയുവാനിട വന്നത്. ഈ ഓണക്കാലത്ത് 1,65,000 മെട്രിക് ടൺ അരിയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലെ റേഷൻ കടകളിലൂടെയും മാവേലി സ്റ്റോറുകൾ വഴിയും സപ്ലൈകോ മുഖാന്തരവും ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ മെഗാ ട്രേഡ് ഫെയറുകൾക്കും തുടക്കമായി. ജില്ലാ ഫെയറുകൾക്കും നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക ഫെയറുകൾക്കും നേരത്തെ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ആതിര ജോഷി ആദ്യ വിൽപ്പന നടത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ കെ ദീപക്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ്, തൊടുപുഴ താലൂക്ക് സപ്ലൈ ഓഫീസർ കെ സ്മിത, ജില്ലാ സപ്ലൈ ഓഫീസർ ബീന ഭദ്രൻ, സപ്ലൈകോ മേഖലാ മാനേജർ M ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.